കാണുന്ന സാധനങ്ങളുടെ പേര് എഴുതുക. കാക്ക, മരം. എൻ്റെ അടുത്ത് ഭയങ്കര പഠിപ്പിച്ച സാറിൻ്റെ കുട്ടി. ഞാൻ ഇവൻ്റെ നോക്കിയിട്ട് ഇതിങ്ങനെ നോക്കിയായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് ജയിച്ചു. എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഭയങ്കര ബ്രില്യൻ്റാണ്. പിന്നെ അവിടുന്ന് ആ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കലോടി. വീട്ടുകാർക്ക് പ്രതീക്ഷ കൂടി. അങ്ങനെയാണ് ഞാൻ സത്യം എഞ്ചിനീയറിംഗ് പോയത്. ഒരു കാര്യം ഉണ്ടായില്ല. എന്നിട്ട് സപ്ലിയോ 32 ഉണ്ടായിരുന്നു. എന്നിട്ട് എഴുതിയെടുത്തു. ഇത് കട്ട് ചെയ്യണോട്ടാ. എനിക്ക് സിനിമ എന്നായിരുന്നു. അന്നേരം കൊച്ചിയിൽ വന്ന് ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ കല്ലൂര് അവിടെ വർക്ക് ചെയ്തു. എഞ്ചിനീയറായ താൻ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ അടിച്ചു ഏത് ഷെൽഫിലാന്നേരം പോയി തുറക്കും. 8 പാസ് അവിടെ പ്രാവശ്യം മരുന്ന് മാറി കൊടുക്കും. ഇത് കൊടുത്ത ചേച്ചി പോയ സ്പീഡിലല്ല നടന്നു വരുന്നത്. എന്നിട്ട് നമുക്ക് മനസ്സിലായി ഇത് പണി പാളിയിക്കണ്. എത്ര പേര് എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും അവിടെ സൗബിനൊക്കെ മരുന്ന് വന്നിട്ടുണ്ട്. ഹലോ സിനിമ, ഞാനും അതെ. ഏതാണ് ഇപ്പൊ ഡയറക്ഷൻ? ഓ ഞാൻ ആക്ടർ. അതെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. വാ എന്നിട്ട് രണ്ടാമത് പേര് തട്ട പേര് ഭക്ഷണം കഴിച്ചു. നേരിട്ട് കാണുമ്പോൾ ഒരു എന്തൊക്കെ ഉണ്ടല്ലോ എന്തായാലും നന്നായിടാ. എന്നിട്ട് നമ്മളോട് തിരിഞ്ഞ് വല്ല കാര്യമുണ്ട്. ഇവന്റെ വീട്ടിൽ ഇവന്റെ പാപ്പൊക്കെ പാവം കഷ്ടപ്പെട്ടിട്ടാണ് വല്ല അവരെ സഹായിച്ചൂടെ. ബസ്സിലിങ്ങനെ പോയോണ്ടിരിക്കുക. ഒരു മെസ്സേജ് വന്നു ഫെഡറൽ ബാങ്കിന്റെ. ഈ ലിങ്കിൽ പ്രസ് ചെയ്താൽ 5 ലക്ഷം റുപ്യ ലോൺ. ഞാൻ ലിങ്ക് പ്രസ് ചെയ്ത് അപ്പൊ തന്നെ ക്രെഡിറ്റ് ആയി. പെട്ടെന്ന് ലക്ഷപ്രഭ പോയി. ഓൾറെഡി ഞാനൊരു ലോണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 ലക്ഷം റുപ്യ എടുത്ത് ഫോളെടുത്ത് ഞാൻ 26,000 മേലെ ലോണ് നിന്ന് നിൽപ്പില്. പക്ഷെ വണ്ടിയായി. പിന്നെ ഞാൻ പോളോലായി. നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്താണ് ഓൻ ഇത്രയും വെളുത്തൊരു പെൺകുട്ടി. അതൊക്കെ ഉണ്ട്. പെണ്ണ് കിട്ടാത്ത ഇത് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. സിംഗിൾ ലൈഫ് വെരി ബാഡ് എന്നാണ് പറയുന്നത്. തല്ലുമാല വന്നപ്പോഴാണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എന്നെ വിളിക്കുന്നവരും ഒരു സംസാര രീതിയൊക്കെ മാറി. ലുക്മാൻ ഫ്രീ ആണോ? സ്ലിപ്റ്റ് തരട്ടെന്നൊക്കെ. പിന്നെ ചെന്ന കസാര പേപ്പർ ഗ്ലാസ് മാറി മറ്റേ നല്ല ചൂടാതെ അടച്ചു വെക്കാം. എന്താണോ അവിടെ തലയണ മന്ത്രം അതൊന്നും പുറത്തു പറയില്ല. വളക്കും ഞാൻ. നടൻ എന്ന രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് സോ ദിസ് ഇസ് മൈ മൂവി ഉണ്ട് ചെയ്തപ്പോഴായിരുന്നു. മമ്മൂക്കാടെ സിനിമയാണ്, കൂടെ നീയുണ്ട്, നിന്റെ കൂടി സിനിമയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി കൊള്ളാലോ, എനിക്ക് കുറച്ചൊക്കെ അറിയാന്നുള്ളൊരു സാധനം തോന്നല്ലോ. ഫസ്റ്റ് മൂവി റിലീസ് ആയിട്ടില്ല. ഇല്ല, ഞാനൊരു സമയത്തൊക്കെ നടനാന്ന് പറയാൻ വരെയൊക്കെ മടിയായിരുന്നു. നമ്മളന്നൊരു 2 ഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോഴും വിഷാദ് ഇപ്പോൾ എന്നോട് പറയും ചാൻസ് വെച്ച് വരുമ്പോൾ ഡെയിലി ഒരു പാൻറ് മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ന് വരുമ്പോഴാണ് പാൻ്റ് ആയിരിക്കും. ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നത് റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം. ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ അത്ര ചെറുതായിരുന്നു. അത്ര ചെറുത് പറഞ്ഞാൽ അത് അന്ന് വലുത് തന്നെ ആയിരുന്നു. എനിക്ക് അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ മുറിവുകളുണ്ട്. ചെറിയ ലൈഫല്ലേ ഉള്ളൂ, ഇനി എത്ര കാലം ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ള സമയത്ത് സന്തോഷിച്ചൂടെ? എന്തിനാ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച്, മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച്, അവനെന്ത് കിട്ടുന്നു, അവനെന്ത് വാങ്ങുന്നു, അവനെന്ത് സംഭവിക്കുന്നു ഒക്കെ ആലോചിച്ച് അതിന് ടെൻഷൻ അടിച്ച് എല്ലാത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും. എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ഉണ്ട് ചുറ്റിലും. ഈ കളറുള്ളതുകൊണ്ടാണ് എനിക്കറിയാം കൂടുതൽ സിനിമയും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കളറിൽ തന്നെയാണ്. പക്ഷെ തലവരെ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങോട്ട് ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ തീരുമാനത്തിനപ്പുറം അതിന് വേറെന്തോ ഒരു എനർജി, വേറൊരു സാധനം കൂടി ഉണ്ട് അതെല്ലാത്തിലും. അത് നമ്മുടെ കയ്യിലല്ല. പക്ഷെ എന്ത് വലിയ കഥ ഞാൻ പറഞ്ഞു അറിയണ്ടേ, നമ്മൾ ആഗ്രഹിച്ച് പറയുന്നത്. വിജയിക്കാൻ നിങ്ങളെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ തളർത്തുകയില്ല. സേസ് അബ്ദുൽ കലാം. ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി കയറി വന്നവനാണ് ലുക്മാൻ. വെൽക്കം. ഓ താങ്ക് യു. ഒരു ടർക്കിഷ് തർക്കത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള തർക്കത്തെക്കുറിച്ചാണ്. ഈ ലുക്മാൻ എന്നുള്ള പേരിടുന്ന സമയത്ത് ഉമ്മയും വാപ്പയും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം അവിടെ നടന്നിട്ടുണ്ടോ? തർക്കത്തിൽ നിന്നാണല്ലോ മനുഷ്യന്മാരൊക്കെ ആണ്. അതെ, ഉണ്ടായത് ലോകം തന്നെ ഉണ്ടായത് തർക്കത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, പറഞ്ഞു കേട്ടിട്ടില്ല. എന്റെ സിനിമകളൊക്കെ തർക്കം എന്നുള്ള വരുന്നോണ്ടായിരിക്കുമല്ലേ, ഇടി വരുന്നോണ്ട്. എവിടെയെങ്കിലും ഒരു ഇടി നടക്കുന്നുണ്ട്, ഇതിലും അതൊക്കെ തന്നെ. ഇതിലങ്ങനെ ഒരു ഇടിപ്പടം ഒന്നല്ല ടർക്കിഷ് തർക്കം. ട്രെയിലറിൽ കാണുന്നുണ്ട്. ട്രെയിലറിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു കമ്പോസ്റ്റ് ഫൈറ്റ് ഒന്നല്ലല്ലോ. ഭയങ്കര നാട്ടിൽ നടക്കുന്നൊരു ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവം, ആ നാട്ടിലുണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. ആ നാടെങ്ങനെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ടർക്കിഷ് തർക്കം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ അടിയിൽ എവിടെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അടിക്കാൻ പോകത്തില്ല. ഇതിൽ ഞാൻ ഭയങ്കര അടിയൊന്നും കൂടാത്തൊരുത്തനാണ്. അങ്ങനെയും പറ്റും. അങ്ങനെ എനിക്ക് പറ്റും, എനിക്ക് എന്തും പറ്റും. ഇപ്പം ആദ്യത്തെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മോഹസിൻ പരാഗിൻ്റെ കൂടെ, താങ്കളുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് അദ്ദേഹം. പക്ഷേ ഫസ്റ്റ് മൂവി റിലീസായിട്ടില്ല. അപ്പം അത് റിലീസാവാതെ പിന്നീട് KL 10 വരുമ്പോഴാണ് താങ്കളുടെ മുഖമൊക്കെ രജിസ്റ്റർ ആവുന്നത്. പക്ഷെ ശരിക്കും ഒരു നടൻ എന്ന രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സോ ദിസ് ഇസ് മൈ മൂവി എന്ന് കോൺഫിഡൻസോട് കൂടി ഞാനൊരു നടനാണെന്ന് പറയാൻ പറ്റിയ സിനിമ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഏതായിരുന്നു? ഞാനൊരു നടനാണെന്ന് പറയാൻ പറ്റിയ സിനിമ എന്ന സെൻസ് എനിക്ക് മനസ്സിൽ തോന്നിയത് ഉണ്ട ചെയ്തപ്പോഴായിരുന്നു. സത്യം.
ഉണ്ടാന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ ക്യാരക്ടർ ആദ്യമായിട്ട് ഞാൻ അത്ര വലിയൊരു ക്യാരക്ടർ, അത്ര ഡെപ്തുള്ളൊരു ക്യാരക്ടറിൻ്റെ കഥ ഒക്കെ കേൾക്കുന്നത്. അതുവരെ ഞാനിങ്ങനെ സിനിമകൾ ചെയ്യുമായിരുന്നെങ്കിലും കേൾട്ടൻ 10 ആണെങ്കിലും അതിനുശേഷം വന്ന് കുറേ ചെറിയ ചെറിയ സിനിമകൾ ഞാൻ ചെയ്തു. കേൾട്ടൻ 10 ഞാൻ ത്രൂ ഔട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഉണ്ട് സുഡാനി ആണെങ്കിലും. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സിനിമകൾ കുറേ ക്യാരക്ടേഴ്സ് കുറേ ചെയ്തു. പിന്നെയാണ് ഈ ഉണ്ടയിലോട്ട് എത്തുന്നത്. റഹ്മാൻ ഇങ്ങനെ ഒരു ഉണ്ട എന്ന് പറഞ്ഞ സിനിമയുണ്ട്, മമ്മൂക്കാടെ സിനിമയാണ്, കൂടെ നീയുണ്ട്, നിൻ്റെ കൂടി സിനിമയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് എന്നോട് ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ആദ്യം ചോദിച്ചു എന്നെ കൊണ്ട് ഇതൊക്കെ ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പം അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അങ്ങനെ കോൺഫിഡൻറ്റ് വന്നിട്ടാണ് അവൻ അങ്ങനെ ആ സിനിമയിലോട്ട് തന്നെ ചെയ്യിക്കണത്. അപ്പോൾ അതിൽ വന്ന് അത് ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ റിലീസായപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഓക്കെ കൊള്ളാലോ, എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്നുള്ളൊരു സാധനം തോന്നുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് തോന്നിയതുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടയിലെ PC ബിജു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ സിനിമ നമ്മളൊരു പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണാൻ ചെല്ലുന്നതെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സിനിമയാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെ മുഴുവനായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമ എന്ന് ചോദിച്ചാൽ ആദ്യം ഉണ്ടയുടെ പേര് വരുമോ? വരും. അതിലൊരു സിനിമ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഉണ്ടന്നെ ആയിരിക്കും ആദ്യം വരിക. അത് ആ ക്യാരക്ടർ എനിക്ക് ബിജുകുമാർ ഭയങ്കര മനസ്സിന് ഭയങ്കര തട്ടിയൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പുസ്തകമൊക്കെ എന്നോട് അന്ന് മുന്നേ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വായിക്കാൻ പറഞ്ഞ പുസ്തകവും 100 സിംഹാസനങ്ങൾ നജമാൻ്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞിരുന്നു എന്നോട്. ഞാനങ്ങനെ പുസ്തകം വായന അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വേറെ സിനിമ അഭിനയിക്കണം പറഞ്ഞിട്ട് നടന്നിരുന്നതാണ്. വേറെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ ചോദിച്ചാൽ ഒന്നും ചെയ്യണമെന്നില്ല. വേറെ ഓഡിഷന് പോവും, ഡയറക്ടേഴ്സിനെ കാണാൻ പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ചാൻസ് ചോദിക്കുക, അതൊക്കെ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് നമ്മൾ അതൊക്കെ വായിച്ചപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യാൻ ഇങ്ങനെയൊക്കെ വേണം, അപ്പോൾ നമുക്കത് ചെയ്യുമ്പോഴുള്ള സുഖം, നമുക്കതൊക്കെ മനസ്സിലുള്ളപ്പോൾ ഒന്നുകൂടി ചെയ്യാൻ സുഖമാണ് എന്നൊക്കെയുള്ള കുറേ ഏരിയാസൊക്കെ. പിന്നെ മമ്മൂക്കാടെ കൂടെ അഭിനയിക്കുന്നു, അതും ത്രൂ ഔട്ട് അതൊരു വലിയതുണ്ട്. വലിയൊരു ചെന്ന് കെട്ടി കഴിയുമ്പം ആ കഥയെക്കുറിച്ച് കേട്ടപ്പോൾ സിനിമയിൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ക്യാരക്ടറായിരുന്നു ഹൈലൈറ്റ്, മമ്മൂക്കയായിരുന്നു ഹൈലൈറ്റ്? ആദ്യം അത് മമ്മൂക്കപ്പടം എന്നുള്ളൊരു സാധനം തന്നെയായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് നമുക്കറിയാലോ ഇത് മമ്മൂക്കപ്പടമാണെന്നുള്ളത്. ഒപ്പം റഹ്മാൻ ഖാലിദിനായിട്ട് ഞാനിങ്ങനെ അടുത്ത് വരുന്നേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെ കുറച്ച് പരിചയപ്പെട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ റഹ്മാൻ ആ പടം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വിളിക്കുന്നു. പിന്നെ മമ്മൂക്ക പടം വന്നിട്ട് എന്നോട് സ്ക്രിപ്റ്റ് വായിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്താ പറയട്ടെ, കുഴപ്പമില്ല, എന്താ പറഞ്ഞത്, ഞാൻ ഓക്കെയാണ്, എന്തായാലും ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമുക്ക് ആ ക്യാരക്ടറിന് ഇഷ്ടമായി തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അവനിങ്ങനെ ഭയങ്കര ഫോഴ്സിലായിട്ടൊന്നും പറയില്ല, ഇങ്ങനെ വളരെ ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ഒരിടം ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോണ്ട്, കണ്ണിങ്ങനെ ശ്രദ്ധിച്ചോണ്ട്, അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് പറയും. അപ്പോൾ അത് പിന്നെ നമുക്കിങ്ങനെ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ നമുക്ക് ഇങ്ങനെ എപ്പോഴും സംസാരിക്കും, അതൊക്കെ ഭയങ്കര ഗുണമായിരുന്നു അത്. ഇപ്പം ലുക്മാൻ എന്ന് പറയുമ്പോൾ മലപ്പുറത്താണ്, ചങ്ങരംകുളക്കാരൻ അവറാൻ്റെയും ഹലീമയുടെയും മോൻ എഞ്ചിനീയർ ആവണമെന്നും ആ വഴി പോകണമെന്നുമായിരുന്നു അവർക്ക് ആഗ്രഹം. പക്ഷെ ലുക്മാൻ ലുക്ക് ചെയ്തത് അവരെല്ലാവരും അങ്ങോട്ട് ലുക്ക് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് ലുക്ക് ചെയ്തു. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എനിക്ക് സിനിമയിലാണ് അഭിനയിക്കേണ്ടതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി വിടുന്ന വീട്ടുകാർ ഭയങ്കര കുറവായിരിക്കും. ഇപ്പം വിവാഹത്തിന് മുന്നേയും സിനിമയിലേക്ക് വരുന്നതിന് മുന്നേയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര എളുപ്പമാണ്, കുറച്ചും കൂടെ ഒന്നും നോക്കാനില്ല, വീട്ടിൽ കഞ്ഞിയും കറി എന്തായാലും ഉണ്ടാവും. അപ്പം ലുക്മാൻ എന്ന പറയുന്ന ആളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? ഏത് കൈൻഡ് ഓഫ് ലൈഫായിരുന്നു ബിഫോർ ഒരു ആക്ടർ എന്നുള്ളതിന് സമയത്ത് എങ്ങനെയായിരുന്നു? ബിഫോർ ആക്ടർ അങ്ങനെ ഫിനാൻഷ്യൽ അല്ല, ഈ സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും സിനിമയുടെ റിസ്ക് വേറെ തന്നെയാണ്. സിനിമയിൽ നമ്മൾ സ്റ്റേബിൾ ആവുക, അല്ലെങ്കിൽ സ്ഥിരമായി സിനിമ ചെയ്യുക, അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ബാക്കി ഫീൽഡ് പോലെ അല്ല, അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല, എല്ലാ ഫാക്ടറും കൂടി വരണം. പക്ഷെ എൻ്റെ സിനിമയിൽ വരുന്നതിന് മുന്നേ എന്ന് പറയുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടുകാരെ പ്രതീക്ഷിക്കുകയാണ്, നേരെ ജോലിക്ക് പോയിട്ട് വീട് നോക്കണം. കാരണം കോളേജ് കഴിഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു തന്നെ 4 വർഷം പോയി. 4 വർഷം അവിടെ പോയി അല്ല, 4 വർഷം പോയി എന്നുള്ളൂ കോളേജിൽ. ബാക്കിയൊക്കെ കണക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ എന്നായിരുന്നു. വീട്ടിൽ പോയിട്ട് സിനിമ അഭിനയിക്കണമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരെ കൊച്ചിയിൽ വന്ന് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വെച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച. പേരും കള്ള ജോലിയുടെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ കല്ലൂർ സാറാം റോട്ടിലൊരു മെഡിക്കൽ ഷോപ്പുണ്ട്,
പേര് മറന്നുപോയി. അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തു ഒരു 8 മാസം 9 മാസം. അപ്പോൾ അവിടെ അന്നൊക്കെ ഒരു 9,000 ഒക്കെ എനിക്ക്. എഞ്ചിനീയറായ താൻ എങ്ങനെയാണോ മരുന്നെല്ലാം അവിടെ വന്നിട്ട് പഠിച്ചോ? അങ്ങനെ ഉണ്ട്. അവിടെ 2 ബീഫാമിൻ്റെ ഒരാളോ മതി, ബാക്കി ആർക്കും നിൽക്കാം. എന്നിട്ട് ഇത് എന്താ പണി, നിങ്ങളിപ്പോൾ ഒന്നൊരു മരുന്ന് ചോദിക്കുന്നു, ഞാനത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു നോക്കും. അപ്പോൾ ഏത് ഷെൽഫിലാന്ന് അതിൽ കാണിക്കും, ആ ഷെൽഫ് പോയി തുറക്കും, എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. 8 മാസം അവിടെ 8 മാസം അവിടെ. ഒരു പ്രാവശ്യം മരുന്ന് മാറി കൊടുക്കും. ഇത് മാറി കൊടുത്തിട്ട് അതെന്താ വെച്ചാലേ 1.2 അങ്ങനെ എന്തൊക്കെ ഉണ്ടാവില്ല, 1.5 ഇതുണ്ടാവും. അത് മാറിയിട്ട് കൂടിയത് കൊടുത്തു. കൂടിയത് ഞാൻ പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ കൊടുത്ത ചേച്ചി ഇങ്ങനെ പോയ സ്പീഡിലല്ല നടന്നു വരുന്നത്. നാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിലായി ഇത് പണി പാളിക്കണ്. അത് ചേട്ടനോട് ഒപ്പോടെ ചേട്ടനോട് പറഞ്ഞിങ്ങനെ ആ ചേച്ചി മരുന്ന് മാറി കൊടുത്തോ, സംശയമുണ്ട് തിരക്കിന്. എന്താണ് പുള്ളിക്കാരി ആകെ അമ്മക്ക് കൊടുക്കണേ, പുള്ളിക്കാരി ഇത് കൈ പിടിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു വർഷങ്ങളായിട്ട് കൊടുക്കണോണ്ട് എന്തോ ചേഞ്ച് തോന്നിയപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് മനുഷ്യ ഭാഗ്യത്തിന് ഞാൻ ഇത് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് അപ്പുറത്ത് വരുന്നോണ്ട് വിളിച്ചോണ്ട് ചേച്ചി തെറി പറയരുത്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ ഒന്നാമത്തെ എൻ്റെ ജോലി ഇതല്ല എന്നൊക്കെ പറഞ്ഞു ക്ഷമിക്കണം, ജോലി പോയി ചെയ്യണോ എന്തിനാ അവിടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. ഇതിപ്പോ എന്നോട് പറഞ്ഞ സംഭവം എത്ര പേര് എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും അവിടെ സൗബിനൊക്കെ മരുന്ന് വന്നിട്ടുണ്ട്. സൗബിൻ വന്നിട്ടുണ്ട് അന്ന് പിന്നീട് സൗബിൻ്റെ അടുത്ത് പറഞ്ഞോ നിങ്ങൾ മരുന്ന് അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയേണ്ട ഒരു ഞങ്ങൾ അങ്ങനെ ഒരു സമയം ഉണ്ടായില്ല, അതുകൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. വരട്ടെ എന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ വീട്ടിൽ പറഞ്ഞോ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന്? ഇല്ല, വീട്ടിൽ മന്ത്ലി ഒരു 6,000 വീട്ടിലേക്ക് അയക്കും എൻ്റെ എഞ്ചിനീയറിംഗ് ജോലിയുടെ. അപ്പോൾ ഉമ്മ ഉപ്പയൊക്കെ അവിടെ ഭയങ്കര ഹാപ്പി. മോൻ ഇപ്പം ട്രെയിനി ആയോണ്ടാ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവന് കൂടും. എന്തൊരു റിസ്ക് ആണോ? റിസ്ക്കാണ്. എന്നിട്ട് 8 മാസം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? 8 മാസം ഒരു മാറ്റം വന്നില്ല. അവിടെ നിന്ന് ഓഡിഷനൊക്കെ അവർ പറഞ്ഞു വിട്ടു, അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. അതിന് സാലറി ഒന്നും കട്ടിയില്ല. പിന്നെ ഇത്രയും എഞ്ചിനീയറൊക്കെ ഒന്ന് മരുന്നെടുത്ത് കൊടുക്കുമല്ലേ? ഒരു മാസത്തിലൊക്കെ ഒരു 4-5 ഓഡിഷനൊന്നും വിഷയമല്ല, അവർ സമ്മതിക്കും. പക്ഷെ ഞായറാഴ്ച ചെന്നാൽ മതി, പോയാൽ മതി പകരം. പിന്നെ അത് 8 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു അങ്ങനെ കുറേ ഇതൊരെണ്ണം. പിന്നെ ബയോഗ്യാസിൻ്റെ നമ്മൾ ഈ വീട്ടിൽ ബയോഗ്യാസ് വെക്കുമല്ലോ, അങ്ങനെ അത്. പിന്നെ ഡ്രൈവിങ്, അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ ഇവിടെ നിൽക്കണം, നമുക്ക് സിനിമ എന്തായാലും കൊച്ചി നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ജോലികൾ ചെയ്യും, ഒപ്പം തന്നെ ഓഡിഷൻസിന് പോകും. അപ്പോൾ ഇങ്ങനെ സിനിമക്കാരെ കാണും. നമുക്ക് ആരും അറിയില്ലല്ലോ, വെറുതെ കൊച്ചിക്ക് സിനിമ നടനാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിക്ക് കയറിയല്ലേ. പിന്നെ കൂടെ വന്നവർ അന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഇങ്ങനെ ഗൾഫിലും പോയി, അതിൽ സിനിമ സ്വപ്നമുള്ളവരുണ്ടായിരുന്നു, അവരും നിർത്തിപ്പോയി. പിന്നെ ഞാനിങ്ങനെ ഒറ്റക്കായി. അപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഞാനിങ്ങനെ ഇവിടെയുള്ള ആരെങ്കിലും കൂടെ നിൽക്കും. അവിടുന്ന് മാറും, പിന്നെ അവിടുന്ന് ഫ്ലാറ്റ് മാറുമ്പോൾ അപ്പുറത്തേക്ക് മാറും. അവർക്ക് എനിക്ക് തോന്നുന്നൊരു 15ഓളം ഫ്ലാറ്റ് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സുകൾ ഇങ്ങനെ മാറി മാറി റെന്റ് ചോദിക്കുമല്ലോ. റെന്റ് ചോദിക്കുമ്പോൾ ഒരു മാസം അടുത്ത മാസം തരാമെന്ന് പറയും. പിന്നെ അടുത്ത മാസം നീ ഇറങ്ങിക്കോളാൻ പറയുമല്ലോ. അപ്പോൾ 2 മാസം എടുക്കുമല്ലോ. ഈ 6,000 രൂപ അപ്പോഴും അയക്കണ്ടേ? അപ്പോഴും അയക്കണം. അപ്പോൾ പിന്നെ ചില മാസം അയക്കാതിരിക്കും. പിന്നെ ഇത് ഉമ്മ അറിഞ്ഞു, ഞാൻ സിനിമയാണ് എൻ്റെ സ്വപ്നം എന്നുള്ളത് ഉമ്മ അറിഞ്ഞു. അപ്പോൾ ഉമ്മ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എന്നും കാശേക്കാം. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. പിന്നെ ഉമ്മ എന്തെങ്കിലും എങ്ങനെയും പൈസ റോൾ ചെയ്തിട്ട് ഉപ്പ കൊടുക്കും. ഉമ്മക്ക് പിന്നെ അടുത്ത മാസം കൊടുത്താൽ മതി. എന്തെങ്കിലും പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലുക്മാൻ അയച്ചതാ പറഞ്ഞിട്ടാ. അപ്പോൾ ആ മാസം അങ്ങനെ പിടിച്ചേക്കാം. ഈ കഥ മുഴുവൻ പിന്നെ വീട്ടിലറിഞ്ഞിട്ട് ആ വാപ്പയ്ക്ക് വല്ല വിശ്വാസം ഉണ്ടോ നിങ്ങളിപ്പോൾ? ഇപ്പോൾ വിശ്വാസമുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണോണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലാതെ നടക്കണോണ്ട് വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, കഷ്ടപ്പെട്ട് വഴിവെട്ടിയിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയം എന്ന് പറയുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ പറഞ്ഞ പോലെ ഒരു സിനിമാ നടൻ ഒരിക്കലും നമുക്ക് എന്നും സിനിമ ഉണ്ടാവുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ലുക്മാൻ്റെ എനിക്ക് കല്യാണ സമയത്തുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സും ട്രോളുകളുമാണ്. അതായത് നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്താണ് ഓൻ ഇത്രയും വെളുത്തൊരു പെൺകുട്ടി, ഓൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കൊച്ചിനെ, അതൊക്കെ ഉണ്ട് കാണേണ്ട ട്രോളുകളെ. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ നിനക്കൊക്കെ എന്താ വെളുത്തിരുന്നാൽ മാത്രമാണോ വെളുത്ത പെണ്ണിനെ കെട്ടാൻ പറ്റുള്ളൂ? കിട്ടാൻ അങ്ങനെയൊന്നല്ല, ഒന്ന് പെണ്ണ് കിട്ടാത്ത ഇത് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഉണ്ട്, സിംഗിൾ ലൈഫ് വെരി ബാഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു, കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് സിനിമ അഭിനയിക്കാൻ, പ്രത്യേകിച്ച് സ്ഥിരമായി സിനിമ ഇല്ലാത്ത അവസ്ഥയിൽ പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ല, ഞാൻ ആ സമയത്ത് തല്ലുമാല ഷൂട്ട് ചെയ്യുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. അതായത് നാളെ എൻ്റെ കല്യാണമാണെങ്കിൽ ഇന്നും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30ക്കാണ് എൻ്റെ ഷൂട്ട് ചെയ്യണത്. നാളെ നിക്കാഹ്. അപ്പോൾ ഞാൻ ഇവിടുന്ന്, അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് നിക്കാഹിൻ്റെ. വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് പോയി പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണിയാണ്.
പിറ്റേ ദിവസത്തെ നിക്കാഹിന്, നിക്കാഹിന്. അതായത് വെളുപ്പിനെയാ. ഇവരെല്ലാവരും എന്ത് ചെയ്ത് ഇവർ വൈകിട്ട് 7 മണി മുതൽ എന്നെ വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സോങ്ങിൻ്റെ ഇത് മ്യൂസിക് റെഡിയാക്കി വെച്ചിട്ട് ലേറ്റ് അമ്മായിമാർ മറ്റേ റിലേറ്റീവ്സ് എല്ലാവരും. ഞാനവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ അവൻ വന്നാ വന്ന് 12 മണി ആയിക്കണേ. ഡാൻസേഴ്സൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ഉറക്കം തൂങ്ങിയിട്ട്. ഞാൻ വന്ന് കല്യാണം ഞെട്ടിണിട്ട് ആരുടെ തുടങ്ങിക്കോ രാത്രി 12 മണി. എന്നിട്ട് ചെറിയ കൈയ്യോട്ടി പാടില്ല മതി ഞേർന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് സുലേഖ മനസ്സിലാണ് അപ്പൊ ശരിക്കും ആസ്വദിച്ചോളൂ. ശരിക്കും ആസ്വദിച്ചത് സുലേഖ മനസ്സിൽ കറക്റ്റ് കല്യാണം പോലെ. ജീവിതത്തിൽ ഇതെല്ലാം പെട്ടെന്നായി പോയി. അതും കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഷൂട്ടിന് പോന്നു. സിനിമയിലാണ് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ, റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ പിന്നീട് ആസ്വദിച്ചു. നിങ്ങൾ പോയി ആ കൊച്ചിനെ കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ അത് വീട്ടുകാർ പോയി കണ്ടിട്ട് ഇതാണ് ലുക്മാനെ? അല്ല, ഞാൻ നേരത്തെ കണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണേ. പിന്നെ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അത്രയും ഗ്യാപ്പ്. അപ്പൊ ഇഷ്ടംപോലെ വർത്താനം പറയാനൊക്കെ സംസാരിച്ച് ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെയാണ്. ഈ ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ യു ആർ ഓൾറെഡി ആക്ടിങ് ഇൻ മൂവീസ്. അപ്പോൾ ആ സമയം നമുക്കൊരു എയർ ഒക്കെ ഉണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, മോർ ദൻ ഒരു ഫിയാൻസ എന്നതിലുപരി അവിടെ നിന്നൊരു ഇതൊക്കെ കിട്ടും. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾ അങ്ങനത്തെ ഇല്ല. അവളങ്ങനെ സിനിമ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമ അങ്ങനെ കാണുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതിലാകെ ഞാൻ ചടച്ചു പോയി. ഞാനെന്ന് വെച്ചാൽ നടനൊക്കെ ആയിട്ടല്ലേ, ഞാൻ ആകെയുള്ളൊരു ക്വാളിറ്റി അതുമ്പോഴാണ് ആ ഒറ്റ പവർമേലാണ് പോണേ. അല്ലാതെ പിന്നെ ഞാൻ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല. നടനാന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ചെല്ലുക. ഏത് സിനിമയിൽ അഭിനയിച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ട്. അന്നാണ് ഈ ഫസ്റ്റ് കാണുമ്പോൾ ഓപ്പറേഷൻ ജാവ പോലും ഇറങ്ങിയിട്ടില്ല. ഉണ്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പെണ്ണ് ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിക്കണതിലും വലിയൊരു അപമാനം അവിടെ പോയി എല്ലാം പറഞ്ഞ് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓപ്പറേഷൻ ജാവ റിലീസാണ്. അപ്പം അടുത്ത ആഴ്ച ഒരു സിനിമ റിലീസുണ്ട് ഓപ്പറേഷൻ ജാവ. അത് കണ്ടിട്ട് വരാറിട്ട് ഞാൻ പോകുന്നു. അതും കൂടി റിലീസായിട്ട് വരാമെന്ന്. ഇത് ഏത് ടൈമിലാണ് ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ്ടെന്നുള്ളത്? അത് ഏത് സിനിമയാണ് ഇനി മതി നിർത്തി ദിസ് ഇസ് മീ എന്ന് തീരുമാനിച്ച സമയത്ത്? ശരിക്കും എനിക്ക് ഈ ഉണ്ട കഴിഞ്ഞ് ഉടനെ എനിക്ക് ഓപ്പറേഷൻ ജാവ വന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഉണ്ട കഴിഞ്ഞു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞു. എനിക്കും തോന്നി ഞാൻ നടനാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക പടം എല്ലാവരും നീ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ലോ, നീ സിനിമ നടനായല്ലേ അങ്ങനെയൊക്കെ നാട്ടിൽ പറയൽ തുടങ്ങി. അപ്പോൾ നമുക്കും തോന്നി തുടങ്ങി നമ്മൾ സിനിമ നടനായെന്ന്. ബാക്കിയൊക്കെ പറഞ്ഞാൽ നമ്മൾ അവർ വിളിക്കുമ്പോൾ പോകുന്നു, അവർ തന്ന കാശ് വാങ്ങുന്നു, ചിലപ്പോൾ കാശ് തരാതെ പോരുന്നു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ, ഇതിനൊക്കെ നിനക്ക് അടുത്ത സിനിമ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ റെമ്യൂണറേഷൻ. ഒത്തിരി പേര് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സിനിമകളിലൊന്നും 5 പൈസ അതായത് അതിൽ നിന്ന് വേണം നിനക്ക് അടുത്ത് കിട്ടാൻ. ഇപ്പോഴേ കാശ് ചോദിക്കുക. അല്ല കാശ് വെച്ചല്ലേ എന്തൊരു ബസ്സിന് അത് പിടിച്ചോണ്ട് 500 രൂപ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയൊക്കെ നമ്മൾ വരുമല്ലോ. പക്ഷെ അന്ന് നമുക്കത് അത്ര മതി. നമുക്ക് ആ ചാൻസ് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒന്നുകൂടി കോൺഫിഡൻ്റ് ആയി. അപ്പോഴാണ് തരുൺമൂർത്തിനെ കാണുന്നതും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സ്ട്രഗിൾ പീരീഡ് ഉണ്ട്. നമ്മൾ വേറെ ജോലികൾ നോക്കുന്നു, ഒപ്പം തന്നെ ഓഡിഷൻസിന് പോകുന്നു. പിന്നെ നമ്മളിലുള്ള ഡൗട്ടുകളും കുറേ ഉണ്ടാവുന്നു. നമുക്ക് പറ്റുമോ, ഇത് ശരിക്കും നമുക്ക് പറ്റിയ ജോലിയാണോ, നമുക്ക് നമ്മൾ ചെയ്യേണ്ടതാണോ ഇതെന്നൊക്കെ അങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ ഒന്ന് വേണ്ടത് നിർത്താം, നമുക്ക് ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ പറ്റുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും തോന്നും. പിന്നെ ചില സമയത്ത് തോന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും പോസിറ്റീവ് എന്തെങ്കിലും ഒരു സൈൻ കിട്ടും. ഇപ്പോൾ തരുൺ വന്നു, തരുണിനെ ബ്രോമാളിന്ന് കാണുന്നു. ബ്രോ ഞാൻ കുറേ ഇങ്ങനെ കാണാൻ വെച്ച് കിടക്കുന്നു. പെട്ടെന്ന് യാദൃശ്ചികമായി കണ്ടോ PVR ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ ഒരു കഥ പറയാനായിരുന്നു. പറയാലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ നാളെ ഞാൻ വന്നോട്ടെ, നാളെ നമുക്ക് അവിടെ നിന്ന് തന്നെ ലുലുന്ന് തന്നെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറയുന്നു. ലുലു എന്നാണ് എൻ്റെ ഓർമ്മ, ലുലു അപ്പുറമാണ്. അങ്ങനെ അവിടെ നിന്ന് കഥ പറഞ്ഞ് എനിക്കിഷ്ടമായി. കഥ നല്ല തന്നെയായിരുന്നു, എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ ഓക്കെയാണ്, ഇതിൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ആ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്യണമല്ല, അത് പെട്ടെന്ന് സംഭവിച്ചു. ആ സിനിമ സാധാരണ സിനിമ പ്ലാൻ ചെയ്താലും പ്രൊഡ്യൂസറാണ്, ഇതെല്ലാം ഓക്കെ ആയിരുന്നു. വേഗം സിനിമ ഷൂട്ട് തുടങ്ങുന്നു. ആ സിനിമ കൂടി റിലീസാവുന്നതോട് കൂടിയിട്ട് അപ്പോഴാണ് എനിക്കിങ്ങനെ കോൺഫിഡൻസ്. പിന്നെ എന്നെ വിളിക്കുന്നവരുടെ ഇതൊക്കെ മാറി, അവരൊരു സംസാര രീതിയൊക്കെ മാറി. മറ്റേ നീ ഭക്ഷണം കഴിച്ച് പൊക്കോ അല്ല, ലുക്മാൻ ഫ്രീ ആണ്, അടുത്ത മാസം സ്ക്രിപ്റ്റ് തരട്ടെ എന്നൊക്കെ. പിന്നെ ചെന്ന കസാര, മറ്റേ ഗ്ലാസ് മാറി, ഏത് പേപ്പർ ഗ്ലാസ് മാറി, മറ്റേ നല്ല ഗ്ലാസ്, നല്ല കപ്പ്. ഇപ്പൊ മറ്റേ കപ്പായി, ചൂടാറ് അകത്ത് സ്റ്റീലുള്ള. ഇപ്പൊ അങ്ങനെ ചൂടാറ് അടച്ചു വെക്കാം അങ്ങനത്തെ ഒക്കെ ആയിപ്പോ. ആദ്യം പേപ്പർ ഗ്ലാസ്സായി, പിന്നെ സ്റ്റീലായി, പിന്നെ മറ്റേ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ,
ഗ്ലാസ്സായി, പിന്നെ കപ്പിലോട്ടായി, അങ്ങനെ മാറി മാറി കവറുള്ള കപ്പായി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ മനസ്സിലായി, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മറ്റേ നമ്മൾ ചെന്ന് ആ തുറന്നിട്ട് ചായ എടുക്കുമല്ലോ, നമ്മൾ തന്നെ സ്വന്തമായി തുറന്ന് ചായ എടുത്തിട്ട് കുടിക്കണ ആ സിറ്റുവേഷനിൽ മാറി തുടങ്ങി. അപ്പം അങ്ങനെ അപ്പൊക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയും ഉണ്ട് ഇതില്ല, ശരിയാ. ഇത് അപ്പം നമ്മൾ ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, അത് ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് പിന്നെ ഇത് വന്നേ, പിന്നെ തല്ലുമാല വന്നപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എനിക്ക് തല്ലുമാല വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എനിക്കും ഒന്നിങ്ങനെ ഒരു സ്പേസ് എന്റേതാകുന്ന സ്പേസ് കിട്ടിയ. പിന്നെ അതിൻ്റെ ശേഷം സുലൈഖ മനസ്സിൽ വന്നു, നല്ല സിനിമ. അങ്ങനെ പല സിനിമകളായി പിന്നെ അങ്ങോട്ട് പെരുമാനി വരുന്നുണ്ട്, അങ്ങനെ നല്ല സിനിമകൾ ഇഷ്ടംപോലെ വന്നു. ഇപ്പം ഇന്ന് ഈ സമയം വരെ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ട്. ഇനി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടേതാകുന്ന ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മലയാളിയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആവശ്യമില്ലാത്തതിൽ അഭിപ്രായം പറയും, ആവശ്യമുള്ളതിൽ അഭിപ്രായം പറയും, എല്ലാത്തിലും എന്തിനെങ്കിലും കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്ത് അവൻ അത്രയും വെളുത്ത പെണ്ണ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഈ മലയാള സിനിമയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ ഈ ഫെയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ, അതിന് ഒരു പ്രിവിലേജ് ഉള്ളതായിട്ട് എവിടെയെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നല്ല അർത്ഥം. എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ളവർ അങ്ങനെ ഉള്ളവരായിരുന്നില്ല, സെൻസ് അങ്ങനെ ഇതിനെ ആ രീതി കാണുന്നവരായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഈ കളറായത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഈ കളറുള്ളതുകൊണ്ടാണ് എനിക്കറിയാം എൻ്റെ ഈ കളറാണ് എന്നെ കൂടുതൽ സിനിമയും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആളുകൾക്ക് അങ്ങനെ ഒക്കെ പറ്റുന്നത് ഈ കളറിൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അർഷദ് ഖാ, മൂസിൻ പരാരി, റഹ്മാൻ ഖാലിദ്, തരുൺ മൂർത്തി ആണെങ്കിലും അഷ്റഫ് ഹംസ ആണെങ്കിലും, പേര് പറയുമ്പോഴെല്ലാം നല്ല സിനിമകൾ, സമീർ ഖാ, ഷൈജു ഖാ, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു സർക്കിളിലാണ്. അത് സത്യത്തിൽ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയാം. ഭാഗ്യത്തിനപ്പുറം നമ്മുടെ അനുഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഇവരൊക്കെ ഇടയിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൂട്ടും ട്രാക്കും വേറെ ആയി പോയനെ.